ലീഗിനെ കുറിച്ച് കോൺഗ്രസിനകത്ത് ആര്യാടൻ മുഹമ്മദിന് എന്തായിരുന്നു അഭിപ്രായം? ആര്യാടൻ മുഹമ്മദ് ലീഗിനെ കുറിച്ച് അത്യാവശ്യം ന്യായമായ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ്. ആര്യാടൻ്റെ അഭിപ്രായത്തോട് എത്ര പേര് അതിനകത്ത് യോജിക്കുമായിരുന്നു? ലീഗിന് ഞാൻ പറഞ്ഞ പ്രയോഗത്തിനകത്ത് ഒരു മാറ്റവും ഇല്ല. ലീഗിൻ്റെ കക്ഷത്തിലാണ് കോൺഗ്രസ് ഇരിക്കുന്നത്. ഇപ്പം ഈ പറയുന്ന ഷാജിയുടെ കാര്യം പറഞ്ഞു നോക്കൂ, നമ്മൾ തള്ളി പറയുമോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ തള്ളി പറഞ്ഞിരിക്കുന്നു എന്ന് പറയുകയല്ല, നിങ്ങളുടെ പ്രവൃത്തി അതുമായി ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഞാൻ തള്ളി പറയൂ എന്ന് ചോദിച്ചാൽ ഞാൻ തള്ളി പറഞ്ഞേക്കാം, അത് പിന്നെ അടുത്ത ചർച്ചയ്ക്ക് വരുമ്പോൾ ബാക്കി ആലോചിച്ചാൽ മതിയല്ലോ എന്നാണെങ്കിൽ ഓക്കെയാ. നോക്കൂ, മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ ഷാജിയുടെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ എടുക്കുക. ആ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ലീഗിൻ്റെ പ്രവർത്തനം ഏത് രീതിയിലാണ്? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമിയുടെ ഉൾപ്പെടെ ആൾക്കാരുടെ സീറ്റ് നിർണയിച്ച് അല്ലെങ്കിൽ അവർക്ക് സീറ്റ് പ്രഖ്യാപിക്കുന്ന പാണക്കാട്ടു നിന്നാണ് കഴിഞ്ഞാൽ മതരാഷ്ട്രവാദമുള്ള ഒരു പാർട്ടിയുടെ കൂട്ടത്തിൽ ചേർന്ന് അല്ലെങ്കിൽ ഒരു സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ലീഗിന് പിന്നെ മതമല്ലാതെ എന്താ പ്രശ്നം? മതം മാത്രമാണ് പ്രശ്നം. ഇതിനെ കോംപ്രമൈസ് ചെയ്യാൻ ഇവർ ചെയ്തത് എന്താണെന്നറിയോ? ഇതൊന്നും അല്ലെന്ന് കാണിക്കാൻ ഈ പ്രാവശ്യം കുറേ ഹിന്ദു സീറ്റിൽ ആൾക്കാരെ മത്സരിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം കുറേ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അതിന് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു രീതി എന്ന് വെച്ചാൽ ഒരു ലേഡി ആദ്യമായിട്ട് വിടുന്നു. ഇതൊക്കെ നമ്മൾ ലീഗിൻ്റെ കാര്യത്തിൽ നമ്മൾ എത്രയോ നാളായിട്ട് കണ്ടതാണ്. അവരുടെ വനിതകളുടെ മീറ്റിങ്ങിനകത്ത് നമ്മൾ ഈ പറയുന്ന പുരുഷന്മാർ നേതാക്കന്മാർ തീരുമാനം എടുക്കുന്നത് നമ്മൾ കണ്ടതല്ലേ? അതിനകത്ത് സ്ത്രീകൾ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ച് അവർ തന്നെ പുറത്തു വന്ന് പറയുന്നത് നമ്മൾ കേട്ടതല്ലേ?